ഇന്ന് നമ്മൾ കാണുന്നത് പോലെ അടുത്ത ദിവസങ്ങളും തുടരാനാണ് സാധ്യത. നയതന്ത്ര രംഗത്തൂടെ ഒരു പരിഹാരത്തിന് സാധ്യത കുറവാണ്. കാരണം നയതന്ത്ര രംഗം പരാജയപ്പെടുമ്പോഴാണ് യുദ്ധം തുടങ്ങുന്നത്. രണ്ടാമത് ഇറാൻ്റെ രണ്ടാം നിര നേതാക്കൾ, അവരുടെ ആത്മീയ നേതാവ് തന്നെ ഒളിവിലാണ്, അല്ലെങ്കിൽ അവർ പരസ്യമായിട്ട് ഇന്ന് അവൈലബിൾ അല്ല. രണ്ടാം നിരയും മൂന്നാം നിരയിലും പെട്ട പ്രമുഖ നേതാക്കൾ, സേനാ തലവന്മാർ, അവരുടെ സീനിയറായിട്ടുള്ള നയപരമായ കാര്യങ്ങളിൽ പ്രധാന റോൾ എടുക്കുന്ന വലിയൊരു ശതമാനം പേര് ഇസ്രയേൽ ഉന്മൂലനം ചെയ്തു കഴിഞ്ഞു, സയൻറ്റിസ്റ്റുകൾ തുടങ്ങിയിട്ടുള്ള. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറാൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഒരു നയതന്ത്ര പരിഹാരത്തിന് അനുയോജ്യമല്ല. പക്ഷേ അന്താരാഷ്ട്ര തലത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഈ യുദ്ധം വ്യാപിക്കാനുള്ള സാധ്യതയും കുറവാണ്. കാരണം ഉത്തര കൊറിയയുടെ പ്രസിഡന്റ് പറഞ്ഞതിനപ്പുറത്തേക്ക് അത് നമുക്കൊരു വൈകാരികമായി പറയുന്നത് പോലെയാണ് തോന്നുന്നത്. ആണവ ആയുധം കൊടുക്കാൻ തയ്യാറാണെന്നുള്ളതിനപ്പുറം കാര്യമായിട്ട് ലോകരാജ്യങ്ങൾ ഇറാൻ്റെ ഭാഗം ചേരാനായിട്ട് ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ല. 57 ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസിലെ OIC-യിൽപ്പെട്ട 57 രാജ്യങ്ങളിലും ഭൗതികമായ പിന്തുണ കൊടുക്കുന്നില്ല. പക്ഷേ എല്ലാ പേരും ഈ ആക്രമണത്തെ തള്ളിപ്പറയുന്നു എന്നതിനപ്പുറം ഇറാനോട് യമൻ മാത്രമാണ് ആ തരത്തിൽ ഇറാൻ്റെ കൂടെ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ലോകം തന്നെ ഈ വിഷയത്തിൽ ആത്മാർത്ഥമായൊരു സമീപനം ഇറാനോട് സ്വീകരിച്ചിട്ടില്ല. മറ്റൊന്ന് GCC രാജ്യങ്ങൾ, നമുക്കറിയാം ഇന്ത്യയിൽ ഏതാണ്ട് 8.8 മില്യൺ ആൾക്കാർ, അതായത് 90 ലക്ഷത്തോളം ഇന്ത്യൻ വംശജർ, അതിൽ 28 ലക്ഷം മലയാളികളാണ് പ്രവർത്തിക്കുന്ന 8 GCC രാജ്യങ്ങളുണ്ട്. 8 GCC രാജ്യങ്ങളിലും, അതായത് സൗദി അറേബ്യ, ഖത്തർ, ഒമാൻ, UAE, ബഹ്റിൻ തുടങ്ങിയിട്ടുള്ള ഈ രാജ്യങ്ങളിൽ അമേരിക്കയുടെ മിലിറ്ററി പ്രസൻസ് ഉണ്ട്, അമേരിക്കയുടെ താവളമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാൻ ആ താവളങ്ങളെ ആക്രമിക്കുകയാണെങ്കിൽ ആദ്യമായി അത് പ്രതിഫലിക്കുന്നത് GCC രാജ്യങ്ങളാണ്. സ്വാഭാവികമായും നമ്മുടെ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ അറിയും, കാരണം അത്രയധികം നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രാജ്യങ്ങളാണ്. അപ്പോൾ അത് ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. അപ്പം നമ്മൾ പലപ്പോഴും ഇറാൻ്റെ ഭാഗം നിന്ന് സംസാരിക്കുന്നവർ പോലും യഥാർത്ഥത്തിൽ മലയാളിയുടെ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തുന്ന GCC രാജ്യങ്ങൾ ഇറാനോടൊപ്പമല്ല, അവർ അമേരിക്കയോടൊപ്പമാണ്. മാത്രമല്ല അമേരിക്കയോടൊപ്പം എന്ന് പറയുന്നത് മാത്രമല്ല, അമേരിക്കയുടെ സേനാ താവളം, അമേരിക്കൻ ബേസസ് അവിടെയുണ്ട്. ഏതാണ്ട് 50,000 സേന ഉൾപ്പെടെ പിന്നെ അമേരിക്കയ്ക്ക് മറ്റ് മെഡിറ്ററേനിയൻ സീ തുടങ്ങിയിട്ടുള്ള ഇന്ത്യൻ ഓഷൻ എല്ലാ ഭാഗത്തുമായിട്ടുള്ള അവരുടെ നാവിക സംവിധാനങ്ങളും മറ്റു തരത്തിലുമുണ്ട്. പാകിസ്ഥാനെ ന്യൂട്രലൈസ് ചെയ്തു. നമ്മൾ പലരും വിചാരിച്ചു, ഞാനിത് ആ സമയത്ത് തന്നെ ട്വിറ്ററിൽ എൻ്റെ പ്രതികരിച്ചതാണ്, യഥാർത്ഥത്തിൽ അസീം മുനീറിനെ വിളിക്കുന്നത് ഇന്ത്യക്കെതിരായതിനല്ല, ഇതിൽ പാകിസ്ഥാനെ ന്യൂട്രലൈസ് ചെയ്യാനായിരുന്നു. അപ്പോൾ ആ വിരുന്ന് സൽക്കാരത്തിലൂടെ പാകിസ്ഥാനെയും അമേരിക്ക ന്യൂട്രലൈസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഫലത്തിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇറാനോട് സന്ധി ചേർന്നുകൊണ്ട് യുദ്ധത്തിൽ പങ്കെടുക്കാൻ ഇന്ന് ലോകരാജ്യങ്ങളാരും മുന്നോട്ട് വരാൻ സാധ്യതയില്ല. ചൈനയുടെ കഴിഞ്ഞ 70-75 വർഷത്തെ ചരിത്രം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു ലോക വിഷയങ്ങളിലും ചൈന ഇടപെടാറില്ല. ഐക്യരാഷ്ട്ര സംഘടനയുടെ സമാധാന സേന യുണഫിൻ്റെ പലപ്പോഴും അങ്ങനെയുള്ള ഫോഴ്സിൽ പോലും ചൈന പലപ്പോഴും അവരുടെ സേനയെ വിടാറില്ല. കാരണം അവർ ഒരു സാമ്പത്തിക ശക്തിയായി വരികയും അതിനോടൊപ്പം തന്നെ സൈനിക ശക്തിയുമായിട്ടും കുറച്ചുകൂടെ സ്വാർത്ഥമായ ഒരു ലൈനാണ്. അന്താരാഷ്ട്ര വിഷയങ്ങളിൽ അനാവശ്യമായി ഇടപെടാത്തൊരു ലോക പവറാണ് ചൈന. അത് ഒരു പ്രധാന കാര്യം കൂടെ എടുത്തു പറയേണ്ടത്, 2015 P5, അതായത് ഐക്യരാഷ്ട്ര സംഘടനയിലെ വീറ്റോ അധികാരമുള്ള 5 രാജ്യങ്ങളും ജർമ്മനിയും ചേർന്നുണ്ടാക്കിയ കരാറിൽ ആ കരാർ ഇറാനുമായി ചേർന്നുള്ള കരാറിലാണ് ആണവ വിഷയത്തിൽ, അപ്പോൾ ആണവമായ അന്ന് ഉപരോധം നിൽക്കുന്ന കാലഘട്ടത്തിൽ അത് പിൻവലിക്കുന്നതിന് വേണ്ടിയിട്ട് അന്താരാഷ്ട്ര തലത്തിലുള്ള നിരീക്ഷണങ്ങൾക്ക് സാധ്യമാകുന്നൊരു അന്തരീക്ഷം ഒരുങ്ങുകയും ആ ചർച്ചയ്ക്ക് പ്രധാന റോൾ വഹിച്ച രാജ്യങ്ങളൊന്ന് ചൈനയും റഷ്യയും ഉൾപ്പെടുന്ന 5 വൻ ശക്തികൾ തന്നെയാണ്. അപ്പോൾ ആ കരാറും ലംഘിക്കപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 2018 അന്ന് ട്രംപായിരുന്നു പ്രസിഡന്റ്, അമേരിക്ക ആ കരാറിൽ നിന്ന് പിൻവാങ്ങി. അമേരിക്ക കരാറിൽ നിന്ന് പിൻവാങ്ങുന്നതോടെ ഇത് അന്താരാഷ്ട്ര തലത്തിലുള്ള നിരീക്ഷണം പരാജയപ്പെടുകയും ഇറാൻ കൂടുതൽ ശക്തമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന യുദ്ധം ഒരു പെട്ടെന്ന് ഉണ്ടായൊരു യുദ്ധമല്ല. ഞാൻ മനസ്സിലാക്കുന്നത് 2023 ഒക്ടോബർ 7 ഹമാസിൻ്റെ, അല്ലെങ്കിൽ അത് ഈ പ്രോക്സിയിലൂടെ ഇസ്രായേലിൻ്റെ പിന്തുണയിലാണല്ലോ ആക്രമണം നടക്കുന്നത്. അതിനെ തുടർന്നുണ്ടാകുന്ന യുദ്ധവും അതിന് സമാന്തരമായിട്ട് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വളരെ തയ്യാറെടുപ്പോടെ നടക്കുന്നൊരു യുദ്ധമാണ്. അതുകൊണ്ട് ഈ യുദ്ധത്തിന്
എൻ്റെ പരിഹാരം എന്ന് പറയുന്നത് ഇറാനിലെ ഭരണമാറ്റം ഉണ്ടായി കൊണ്ട് മാത്രമായിരിക്കും ഒരു മാറ്റമുണ്ടാകും. നയതന്ത്ര മേഖലയിലൂടെ ഇന്നത്തെ സാഹചര്യം ഞാനതിന് പ്രധാനമായി പറയാൻ കാരണം ഒന്ന് കമ്മ്യൂണിക്കേഷൻ രംഗത്ത് ഇറാൻ പൂർണ്ണമായിട്ടും ഒറ്റപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ഒരു തരത്തിൽ നമ്മളിപ്പം ഒളിപ്പോരികളായി നമ്മുടെ ചരിത്രത്തിൽ നമുക്കറിയാം ഒളിപ്പോരാളികളായി യുദ്ധം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു നയതന്ത്ര രംഗത്തുള്ള സാധ്യതകൾ പരിമിതമാണ്. അതില്ലാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എന്നാലും പരിമിതമാണ്. പക്ഷേ ആരാണ് മധ്യസ്ഥത വഹിക്കുക? ഇന്നത്തെ സാഹചര്യത്തിൽ ഇതിന് സാധ്യതയുണ്ടായിരുന്നത് അമേരിക്ക മാത്രമാണ്. ഈ രാജ്യങ്ങളെ ഒന്നിച്ചു കൊണ്ടുവരാൻ സാധ്യതയുള്ളത് ഇസ്രയേലിനെയും ഇറാനോടും അല്ലെങ്കിൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായിട്ടും സന്ധി ചെയ്യാനുള്ള സാധ്യതയുള്ളത് അമേരിക്കയാണ്. മാത്രമല്ല ചരിത്രത്തിൽ നമ്മൾ അത് ക്യാമ്പ് ഡേവിഡ് കരാറിലാണെങ്കിലും ഓസ്ലോ പീസ് ട്രീറ്റിലാണെങ്കിലും എബ്രഹാം അക്കോർഡിലാണെങ്കിലും അങ്ങനെ അമേരിക്കയാണല്ലോ അതിന് മധ്യസ്ഥത വഹിച്ചത്. പക്ഷേ അമേരിക്ക എതിർപക്ഷത്ത് നിൽക്കുകയും ആക്രമണത്തിൻ്റെ നേതൃത്വം നൽകുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നയതന്ത്ര രംഗത്തുള്ളൊരു പരിഹാരത്തിന് ഇപ്പോൾ സാധ്യത കുറവാണ്. അത് ഭരണമാറ്റത്തിലൂടെ ആയിരിക്കും ഒരു പക്ഷേ ഈ ഇന്നത്തെ യുദ്ധത്തിന് സമാപ്തി ഉണ്ടാകുക എന്നതാണ് എൻ്റെ ഒരു നിരീക്ഷണം. ഓക്കെ ഐസൻ, ഭരണമാറ്റം മാത്രമേ പരിഹാരമായിട്ട് മുന്നിൽ ഉള്ളൂ എന്നാണ് പറയുന്നത്. മാത്രമല്ല ഇന്ന് നോക്കൂ, ഇസ്ലാമിക് റിപ്പബ്ലിക് തകർച്ചയിലാണെന്ന് ഇറാനിലെ കിരീടാവകാശി റസാ പാഹ്ലവി വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് അനിൽ നമ്പ്യാർ. അതായത് റസാ പഹൽവിയുടെ ആദ്യ പോസ്റ്റ് വരുന്നത് ദിവസങ്ങൾക്ക് മുൻപാണ്. അതിൽ അദ്ദേഹം പറയുന്നത് ജനാധിപത്യപരമായ ഒരു രാജ്യക്രമത്തിന് ഒരുങ്ങിക്കൊള്ളുക എന്നൊരു നിർദ്ദേശമായ ഒരു സന്ദേശമായിരുന്നു. ആ സന്ദേശത്തിൻ്റെ ഒരു അടിസ്ഥാനം തന്നെ ഈ ഭരണമാറ്റം അല്ലെങ്കിൽ റിജീം ചേഞ്ച് അനിവാര്യമായിരിക്കുന്നു എന്നൊരു സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അന്ന് അദ്ദേഹം അത് പറയുകയും ഇന്ന് ഇറാൻ ഭരണകൂടം പൂർണ്ണമായും തകർന്നടിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ നമുക്കറിയാവുന്നതാണ് അമേരിക്കയുടെ വൈറ്റ് ഹൗസിൻ്റെ മാധ്യമ സെക്രട്ടറി തന്നെ വളരെ കൃത്യമായി പറയുന്നത് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു മറുപടി എന്ന് പറയുന്നത് ഈ നയതന്ത്ര തലത്തിലുള്ള ഇടപെടലുകൾക്കാണ് മുൻതൂക്കം നൽകുന്നത് എങ്കിൽ കൂടി വയലൻ്റായ ഇൻക്രെഡിബിളി വയലൻ്റ് എന്നൊരു ടേമാണ്, അങ്ങനെ ഒരു വാചകമാണ് അല്ലെങ്കിൽ ഒരു വിശേഷണമാണ് അവർ പ്രയോഗിച്ചത് ഈ ഇറാനിലെ ഈ റെജിമിനെ സംബന്ധിച്ച്. അത്തരത്തിൽ ഒരു വയലൻ്റ് സ്വഭാവമുള്ള ഹിംസാത്മക സ്വഭാവമുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ ഇറാൻ ഭരിക്കുന്നത്. അത് മാറേണ്ടതുണ്ട് എന്നൊരു സൂചന തന്നെയാണ് അതിൽ നിന്നും ലഭ്യമാകുന്നത്. അതിൽ നിന്ന് തന്നെ അതല്ലെങ്കിൽ നേരത്തെ 1979 മുമ്പ് സ്ഥാനഭ്രഷ്ടനാക്കപ്പെടുകയും നാടുകടത്തപ്പെടുകയൊക്കെ ചെയ്ത രാജവാഴ്ചയുടെ സംവിധാനങ്ങളുടെ ഭാഗമായിരിക്കുന്നവർ അവർ ജനാധിപത്യ പ്രവർത്തനങ്ങളിൽ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നു. ജനാധിപത്യ പുനഃസ്ഥാപനത്തിനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആ വ്യക്തി തന്നെ ഇത്തരമൊരു നീക്കത്തിലേക്ക് അല്ലെങ്കിൽ ഇത്തരമൊരു നിലപാടിലേക്ക് നേരത്തെ വന്നിരിക്കുന്നു. ഇന്ന് അത് വീണ്ടും ഇത്തരത്തിലുള്ള നിലപാടുകൾ ആവർത്തിക്കുന്നു. മറുപടിയെ പോലെ നമുക്ക് കരുതാവുന്നത് നേരിട്ടത് പരസ്പര സംവാദം നടന്നിട്ടുണ്ടോ എന്നതൊക്കെ കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. എന്നാലും മറുപടിക്ക് സമാനമായ രീതിയിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുന്നു. ഈ റെജിം ചേഞ്ച് അനിവാര്യമാണെന്ന് നേരത്തെ നമ്മളോട് വിശദീകരിച്ച വിദേശകാര്യ വിദഗ്ധൻ ഉൾപ്പെടെ സൂചിപ്പിച്ചതുപോലെ ഈ റെജിം ചേഞ്ച് അനിവാര്യമാണ് എന്ന സൂചനയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അതിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാവുന്ന പല കാര്യങ്ങളുമുണ്ട്. അതായത് ഒരു ഇസ്ലാമിക രാജ്യമായി തുടരുന്ന ഇറാനെ ആ രീതിയിൽ തുടരാൻ അനുവദിക്കാതിരിക്കുക, അത്തരത്തിൽ അങ്ങനെ തുടരുന്നൊരു രാജ്യമാകുമ്പോൾ ഇത്തരത്തിലുള്ള പല സ്ഥലങ്ങളിലും അതായത് ഹൂതി വിമതരുടെ ആക്രമണം ഉണ്ടാക്കാൻ അവർക്ക് പിന്തുണ നൽകുന്നു. ഖുദ്സ് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു പ്രത്യേക സംവിധാനത്തെ പ്രയോഗിച്ച് ഈ രാജ്യങ്ങളിലെല്ലാം തന്നെ ഹമാസ് അതുപോലെ തന്നെ ഹിസ്ബുള്ള ഇത്തരത്തിലുള്ള ഭീകര സ്വഭാവമുള്ള സംഘടനകളെ വളർത്തിക്കൊണ്ടുവരുന്നു. 6ഓളം ഭീകര സംഘടനകളെ ചുറ്റുപാടും ഇസ്രായേലിന് ചുറ്റുപാടുമായി വളർത്തിക്കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അത്തരത്തിൽ വളർത്തിക്കൊണ്ടുവരുന്ന ഭീകര സംഘടനകളെല്ലാം തന്നെ ഒരു സമാധാനം തകർക്കുന്നതിനുള്ള നീക്കങ്ങൾ ആ മേഖലയിൽ നടത്തുന്ന ഒരു സാഹചര്യമുള്ളപ്പോൾ അതിനടിസ്ഥാന കാരണമാകുന്നത് ഇറാൻ്റെ ഈ പ്രോക്സി യുദ്ധമാണ്. അത് നമുക്കറിയാവുന്നതാണ്. പലപ്പോഴായാലും പല ഘട്ടങ്ങളിലും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള നിലപാടുകൾ വന്നിട്ടുമുണ്ട്. അപ്പോൾ ഈ പ്രോക്സി വാറുകളെ അവസാനിപ്പിക്കാൻ നിലവിൽ സാഹചര്യത്തിൽ ചെയ്യാനുള്ളത് നിലവിലെ ഈ ഇസ്ലാമിക് റവല്യൂഷൻ്റെ ഭാഗമായുള്ള ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്ന് പറയുന്ന ആ പേരിലുള്ള രാജ്യത്തിൻ്റെ ഇസ്ലാമിക് ഭരണകൂടത്തെ തന്നെ ഇല്ലാതാക്കുക, അല്ലെങ്കിൽ അതിൻ്റെ നിയന്ത്രണം ഇല്ലാതാക്കുക. അത് ജനാധിപത്യ രീതിയിലെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അല്ലാത്ത രീതിയിൽ അതിൻ്റെ പ്രതിരോധശേഷി നശിപ്പിച്ച് അതിനെ കൃത്യമായ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനുള്ളൊരു നീക്കം നടത്തുക എന്ന ലക്ഷ്യമെല്ലാം തന്നെ ഇതിന് പിന്നിലുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ വിദേശകാര്യ വിദഗ്ധരെല്ലാം തന്നെ സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. ഒരു മാറ്റത്തിനുള്ള സാധ്യത, അവിടെ ഒരു ജനാധിപത്യ ഭരണക്രമത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതിനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോൾ സൂചിപ്പിക്കപ്പെടുന്നത്. യുദ്ധം ഒന്നിനും ഒരു പരിഹാരം അല്ല.